ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറാണ് ഇവിടെയുള്ള. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കേൾക്കാം. പ്രധാന ആവശ്യങ്ങളെന്ന് പറയുന്നത് മുതലപ്പള്ളി ചാനലിൽ കിടക്കുന്ന ടെട്രാപോഡ് മാറ്റണം. ഒരാവശ്യം അതായിരുന്നു. അതിനുള്ള വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു. ചൊവ്വാഴ്ച അതിന്റെ മെഷീനറി ഇവിടെ എത്തും. ബുധനാഴ്ച തൊട്ട് അത് മാറ്റി തുടങ്ങും. അത് ഈ മാസത്തിനത് മാറ്റി തീർക്കും. ഈ കിടന്ന ടെട്രാപോഡ് 2 സൈഡിലും ടെട്രാപോഡ് കിടപ്പുണ്ട്. അത് ആദ്യം ചെയ്യുന്നത് വലത്ത് സൈഡിലായിരിക്കും. നോർത്ത് സൈഡിൽ ചാനലിൽ കിടക്കുന്ന ടെട്രാപോഡ്. കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ കാര്യം എഴുതിയവരുടെ കൊടുക്കാം. ബഹളം വെക്കല്ലേ. അപ്പം നമ്മളെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ചാനലിൽ ചിതറിക്കിടക്കുന്ന ടെട്രാപോഡുകൾ മാറ്റുന്നതിനുള്ള വർക്ക് കൊടുത്തു. അവര് ചൊവ്വാഴ്ച അതിന്റെ മെഷീനറി കൊണ്ടുവരും. ചൊവ്വാഴ്ച അതിന്റെ മെഷീനറി എത്തും. ബുധനാഴ്ച മുതൽ അതിന്റെ വർക്ക് തുടങ്ങും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രഡ്ജറിന്റെ കൂടെ ഇവിടെ എക്സ്കവേറ്റർ പ്രവർത്തിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സ്കവേറ്റർ പ്രവർത്തിക്കുന്നത് നാളെ രാവിലെ തന്നെ തുടങ്ങും. 4 എക്സ്കവേറ്റർ കിടക്കുമ്പോൾ 4 പ്രവർത്തിപ്പിക്കും. അത് എവിടെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ആളെ. ഇപ്പൊ ഇന്ന് അവിടെ ഡ്രഡ്ജർ ചന്ദ്രഗിരി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡ്രഡ്ജർ നാളെ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് ഒരു 10 മണി വരെ അത് വർക്ക് ചെയ്യും. അതിന്റെ പെർഫോമൻസിനകത്ത് ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇവിടെ കുറച്ച് റിപ്പയറേഴ്സ് വന്നു. അപ്പോൾ അത് ഇന്ന് തൊട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിവിടെ ഉണ്ട്. അവരിവിടെ ഫുൾ ഉണ്ടാവും. നാളെ ഒരു 10 മണിക്കൂറെങ്കിലും അത് വർക്ക് ചെയ്യും. പിന്നെ അടുത്ത ആഴ്ച അതിന്റെ ടൈം കൂട്ടും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് ഈ മണ്ണ് നിക്ഷേപിക്കുന്ന ഭാഗത്ത് നമ്മളൊരു ബണ്ട് ഇടണമെന്ന് പറഞ്ഞിരുന്നു. ആ ബണ്ടും ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള മെഷീനറി കൊണ്ടുവന്നിട്ട് അത് ചെയ്യും. അതുവരെ ഉള്ളു അവിടെ അല്ലാതെ അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബണ്ടിട്ട് ചെയ്യും. ഈ 4 കാര്യങ്ങളായിരുന്നു പറഞ്ഞു. അമൃത, ഇത് തന്നെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് നിരവധി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന്. ശരി, മുതലപ്പുഴയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്.